CPIM തിരുവനന്തപുരം വയനാട് ജില്ലാ സമ്മേളനങ്ങൾ ഇന്ന് സമാപിക്കുമെന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറിമാരായി വി ജോയി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വി ജോയിയും പി ഗഗാറും തുടർന്നേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. MLA മാരായ VK പ്രശാന്തും G സ്റ്റീഫനും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെത്തും. ശ്രീജിത്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്രതീക്ഷിതമായൊന്നും സംഭവിക്കുന്നില്ല തിരുവനന്തപുരത്തും വയനാടും, അല്ലേ? ഹാഷ്മി, ഗുഡ് മോർണിംഗ്. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം വളരെ ശാന്തമായി നടക്കുന്ന രണ്ട് ജില്ലാ സമ്മേളനങ്ങളാണ് തിരുവനന്തപുരത്തേതും വയനാട്ടിലേതും. വി ജോയി ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്ന കാര്യം ഉറപ്പാണെന്ന് പറയാൻ കാരണം അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായിട്ട് ഏതാണ്ട് 1.5 വർഷക്കാലമേ ആയിട്ടുള്ളൂ. അദ്ദേഹം ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ശേഷമാണ് വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത ഒരു 2-3 ടേമെങ്കിലും വളരെ സുഗമമായി മുന്നോട്ട് പോകും. കാരണം തിരുവനന്തപുരം ജില്ലയുടെ ഭാവി നേതൃത്വം CPIM സംസ്ഥാന നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് വി ജോയിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ ആരൊക്കെ പുതുതായി വരുമെന്നതിനെ കുറിച്ച് മാത്രമേ ആകാംക്ഷയുള്ളൂ. അതിൽ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ ധാരണയായിട്ടുണ്ട്. 4 പേരെ പുതുതായി ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. MLA മാരായ G സ്റ്റീഫൻ, VK പ്രശാന്ത്, ഒപ്പം തന്നെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ വണ്ടിത്തട മധു, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായ ഷീജ സുദേവ് എന്നിവർ ഉറപ്പായും ജില്ലാ കമ്മിറ്റിയിലെത്തും. മൊത്തം 9 പേരെ പ്രായപരിധി മാനദണ്ഡവും മറ്റും അടക്കം ഒഴിവാക്കി പുതിയതായ ആളുകളെ കൊണ്ടുവരണം എന്ന ജില്ലാ നേതൃത്വത്തിന് താല്പര്യമുണ്ടെങ്കിലും അത് എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യം പറയുക വയ്യ. കാരണം പലരും 75 വയസ്സായില്ല, 74.5 വയസ്സേ ആയിട്ടുള്ളൂ, 75 ആകാൻ 2 മാസം കൂടിയുണ്ട് എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായപരിധി മാനദണ്ഡം എത്രത്തോളം കർശനമായി നടപ്പിലാക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു കാര്യം. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമുണ്ട്. യുവജന നേതാക്കളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമുണ്ട്. എന്നാൽ അത് എത്രത്തോളം നടക്കുമെന്നറിയില്ല. വയനാട് പി ഗഗാരൻ തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി പദവിയിൽ 2 ടേമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ടേം കൂടി അനായാസം പോകാൻ കഴിയും. ഓക്കെ, ആശ്രിത്താണ് വാർത്തകൾ വരുന്നത്. ഇവിടെ കോഴിക്കോട് വെച്ചൊരു മിടുക്കനെ കിട്ടി. അവൻ നടക്കുകയല്ല, മൊത്തത്തിൽ ചക്രത്തിലാണ്. അവൻ ഗംഭീരമായിട്ട് സ്കേറ്ററാണ്. അവൻ എക്സ്പെർട്ട് സ്കേറ്റർ കേട്ടോ. പേരെന്താ? പക്ഷെ നെയിം എത്രയാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആണല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് കാണിക്കോ? അത് പോയി കാണിക്കോ? കാണിക്കോ? വിട്ടു കണ്ടുപോയി. അയ്യോ, പുലിയാ ഒരു നിവർത്തിയില്ല. അവൻ ഒറ്റ പോക്കാ പോയ. അവൻ റോക്കറ്റ് വിട്ടൊരു പോക്കങ്ങ് പോയി. അവൻ പോയ പോക്കിൽ അവൻ അങ്ങോ അതാ പോയിട്ട് വളഞ്ഞു വരുന്നുണ്ട്. അവൻ ഒരു മിടുക്കനാണ്. കുറേ സമയമായിട്ട് അവൻ അതിൽ തന്നെ നിൽക്കുകയാണ്. അവൻ അതിൽ തന്നെ സ്റ്റോപ്പ്. ആയിരുന്നു വീട് എവിടാ? രാവിലെ ചായ കുടിച്ചോ? രാവിലെ എല്ലാം കഴിച്ചോ? എന്താ കഴിച്ചേ? വെള്ളോ? രാവിലെയോ? എടാ, എത്ര ആൾ പഠിപ്പിച്ചത്? ഇതൊന്നും അങ്ങനെ പഠിപ്പിച്ചാലോ? സ്കേറ്റ് ഞങ്ങളെ പഠിപ്പിച്ചാൽ പറ്റുമോ? ഓക്കെ, അപ്പോൾ സ്കേറ്റ് ഞങ്ങളെ പഠിപ്പിച്ചാലാന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രിയപ്പെട്ട പക്ഷേ സമയം